ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ ചെമ്മീൻ 1/2 കിലോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ചെറിയ ചെമ്മീനാണ് ഏറ്റവും നല്ലത്. ഇനി വലിയ ചെമ്മീനാണെങ്കിൽ തന്നെ നമുക്കത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അത് ചെറിയ ചെമ്മീനായതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതൊരു ചട്ടിയിലേക്ക് വേവിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ചെമ്മീൻ, സവാള പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാണ്ട് വേണത് വേവിച്ചെടുക്കാൻ. എന്താ വെച്ചാൽ സവാളയിലും ചെമ്മീനിലുള്ള വെള്ളം ഉണ്ടാവും, അത് വെന്ത് കിട്ടാനുള്ള വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാണ്ടത് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് വേവിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ചെമ്മീനും സവാളയും ഒക്കെ നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു ചമ്മന്തിക്ക് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം. അത് നമുക്ക് ഈ വെള്ളം വറ്റിയതിന് ശേഷം ഈ ചെമ്മീൻ വെന്ത ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകും ഉണക്കമുളകും വേപ്പിലയും പൊട്ടിച്ചിട്ട് അത് അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇപ്പം നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം.